പിണറായി സർക്കാരിൻ്റെ നാളുകൾ എണ്ണപ്പെട്ടു. കെ സുധാകരൻ. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം സർക്കാരിൻ്റെ വിലയിരുത്തലാണെന്ന് കോൺഗ്രസ് നേതാവ് കെ സുധാകരൻ എം പി. സർക്കാരിന് തുടരാൻ യോഗ്യതയില്ലെന്ന ഭൂരിപക്ഷ ജനപ്രഖ്യാപനമാണിതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 9 വർഷമായി പിണറായി വിജയൻ കേരളം ഭരിക്കുന്നു. സംസ്ഥാനത്തെ സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഒരിടത്തും ഒരു വിഷയത്തിലും അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല. ചുമ്മാ വർത്തമാനം പറയുക എന്നതിനല്ലാതെ. കള്ളപ്പണവും കൊള്ളപ്പണവും കൊണ്ട് പണം സമ്പാദിക്കാനുള്ള ഏകമാർഗം കണ്ടെത്തലാണ് അദ്ദേഹത്തിൻ്റെ ഇതുവരെയുള്ള രാഷ്ട്രീയ പ്രവർത്തനം. മുഖ്യമന്ത്രി എന്ന നിലയ്ക്കുള്ള പ്രവർത്തനം അതായിരുന്നു. കെ സുധാകരൻ കൂട്ടിച്ചേർത്തു. BJPയുമായി ചേർന്ന് കോൺഗ്രസിനെ ഇല്ലാതാക്കാമെന്ന് കരുതിയ CPMനുണ്ടായ കനത്ത പ്രഹരമാണിത്. പിണറായി സർക്കാരിൻ്റെ നാളുകൾ എണ്ണപ്പെട്ടു എന്ന കാര്യത്തിൽ തർക്കമില്ല. രാഷ്ട്രീയ പ്രവർത്തനവും ജനങ്ങളോടുള്ള കടപ്പാടും ബാധ്യതയും നിറവേറ്റുക എന്നത് കാലാകാലങ്ങളായി UDF ചെയ്തു വരുന്നതാണ്. അതേ ഇപ്പോഴും ചെയ്തിട്ടുള്ളൂ. ജനം UDFനൊപ്പം നിന്നു. അതിനുള്ള കാരണം പിണറായി വിജയനും ഇടതുപക്ഷവും പുനരാലോചിക്കണം, കെ സുധാകരൻ പറഞ്ഞു. അതേസമയം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വർഗീയതയാണ് ഇടതുമുന്നണിയുടെ തോൽവിക്ക് കാരണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ വ്യക്തമാക്കി. സർക്കാരിനെ ജനം വെറുക്കുന്നു. BJPയുടെ അതേ അജണ്ടയാണ് CPMനെന്നും CPM കളിച്ച ഭൂരിപക്ഷ വർഗീയ പ്രീണനത്തിന്റെ ഗുണഭോക്താവാണ് BJP എന്നും സതീശൻ വിമർശിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിളക്കമാർന്ന ജയമുണ്ടായില്ലെങ്കിൽ രാഷ്ട്രീയ വനവാസം തന്നെയെന്നും പ്രതിപക്ഷ നേതാവ് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. എല്ലാ വിഭാഗം ജനങ്ങളോടും UDFന് കടപ്പാടുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ മികച്ച വിജയത്തിന് കാരണം ടീം UDF ആണെന്ന് VD സതീശൻ പറഞ്ഞു. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ UDF ഒറ്റക്കെട്ടായി നിന്നു. കുറേ പാർട്ടികളുടെ കൂട്ടായ്മ മാത്രമല്ല, അത് സാമൂഹിക പ്രാധാന്യമുള്ള പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോമാണെന്നും സതീശൻ പറഞ്ഞു.